വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഗുരുനാഥന്മാരെ, നവരാത്രിയെക്കുറിച്ച് 2 വാക്ക് പറയാൻ എനിക്ക് കിട്ടിയ സന്ദർഭം 2 വാക്കുകളിൽ ഞാൻ ചുരുക്കുകയാണ്. കാരണം വിധിയിലിരിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ ഇതുമായി സംസാരിച്ചവരാണ്, ഇനി സംസാരിക്കാനിരിക്കുന്ന വ്യക്തികളാണ്. നവരാത്രി, 9 ദിനരാത്രങ്ങളാണ് നവരാത്രിയുടെ പ്രാധാന്യം. ദുർഗയ്ക്കും ലക്ഷ്മിക്കും സരസ്വതിക്കും പൂർണ്ണമായ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സിലുള്ള പല പ്രതിരൂപങ്ങളെയും പ്രത്യക്ഷ ദേവതയായി കണ്ടുകൊണ്ട് ബൊമ്മക്കുലവും തീർത്ത് പല സംസ്കാരങ്ങളിൽ കൂടെ ഇടചേർന്ന് പോകുന്ന ദസറ എന്നറിയപ്പെടുന്നതും ദുർഗയുടെ പല രൂപങ്ങളും എല്ലാം കൂട്ടിയിണക്കി നോക്കുമ്പോൾ ഇതൊരു സയൻസിൻ്റെ തലത്തിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏത് പ്രപഞ്ചത്തിനെയും, ഏത് പരിസ്ഥിതിയെയും, ഏത് മാനസിക സമ്മർദ്ദത്തെയും ചെറുത്ത് നിൽക്കാനുള്ള എനർജി, ഇമ്മ്യൂണിറ്റി പവർ എന്നുള്ള പവറിൻ്റെ പ്രതിരൂപമായാണ് ദുർഗ എന്ന സാന്നിധ്യം നമ്മളുടെ മനസ്സിൽ നിൽക്കുന്നത്. ഏത് പ്രതലത്തെയും ചെറുത്ത് നിൽക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ദുർഗ. ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ദയ, കരുണ, വാത്സല്യം, പ്രണയം എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ പര്യായങ്ങൾ. അതന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് കൊടുക്കാനും സ്വീകരിക്കാനും പറ്റുന്ന ഒരു വസ്തുവാണ് ഹൃദയം. ഹൃദ് സ്വീകരിക്കുക, ദയ കൊടുക്കുക. നമുക്ക് സ്വീകരിക്കാനും കൊടുക്കാനും പറ്റുന്ന ഒരു വസ്തുവാണ് ഹൃദയം. നിനക്ക് ഹൃദയമില്ല, അല്ലെങ്കിൽ നിൻ്റെ ഹൃദയം മൃദുലമാണ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്, അതിനെയാണ് ലക്ഷ്മി എന്ന കൺസെപ്റ്റ് ലോകം ആരാധിക്കുന്നത്. സരസ്വതി എന്ന കൺസെപ്റ്റ് വീണ വായിക്കുന്നതോ സ്ഫടികമാല കയ്യിലേന്തിയതോ ഗ്രന്ഥം കയ്യിലുള്ള രൂപത്തിലുപരി സദ്ബുദ്ധി വിനിയോഗം, ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കാനുള്ള സദ്ബുദ്ധി വിനിയോഗം, സരസമായി സംസാരിക്കാനും ആരെ നോവിക്കാതെ അറിവിൻ്റെ ഖനിയായി മാറുവാനും ഉള്ള മനസ്സിൻ്റെ ബ്രെയിൻ്റെ കേപ്പബിലിറ്റിയെയാണ് സരസ്വതി എന്ന് പറയുന്നത്. അതിൻ്റെ സംസ്കൃതം സംസാരസാഗരം സാരഹീനമാണെന്ന് നമ്മളെ ധരിപ്പിക്കുന്ന യതി എന്ന കൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും ഈ 9 എന്ന ദിവസങ്ങൾ വരുന്നത് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ വസ്തുക്കളുടെയും മൂല്യസംഖ്യ 9 ആണ്. ഇംഗ്ലീഷിൽ പറയുന്ന ലവ്, LOVE എന്നുള്ള അക്ഷരം തന്നെ ന്യൂമറോളജിക്കൽ നോക്കിക്കഴിഞ്ഞാൽ 9 ആണ്. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിൻ്റെ മൂല്യസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ 9 ആണ്. മ്യൂസിക് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഓടക്കുഴലിൻ്റെ ഹോളുകളുടെ എണ്ണം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 9 ആണ്. മനുഷ്യ ശരീരത്തിലെ ദ്വാരങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ 9 ആണ്. രസങ്ങൾ തന്നെ 9 ആണ്. തീർച്ചയായിട്ടും ലോകത്ത് നിലനിൽക്കേണ്ടതും നിലനിൽക്കാൻ നിലനിൽക്കുന്ന 3 ക്വാളിറ്റികളെ 9 ദിവസങ്ങളായി 9 ദിനരാത്രങ്ങൾ ഉപദർശിക്കുന്ന ഈ വേളയിൽ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കാൽവെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, അക്ഷരം അഭ്യസിച്ച എല്ലാ വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പൂർണ്ണമായ നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ സരസ്വതി മണ്ഡപം തൽക്കാലം വിട പറയും.